ഇന്ന് നമുക്ക് കുറച്ച് IT-യുടെ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി. ഞാൻ കുറച്ച് സ്പീഡിൽ പറയും, നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അറിയാം, ചാൾസ് ബാബേജ്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? അത് വാക്വം ട്യൂബാണ്. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഗണിതക്രിയകൾ ചെയ്യുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക, ക്രമീകരിക്കുക എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ ഭാഗമാണ് CPU. ഓക്കെ. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ യൂണിറ്റുകളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ്. ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്ന യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ്. 1ാം ജനറേഷൻ. ഓക്കെ. 2nd ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് സാധാരണ PSCക്ക് ചോദിച്ചാൽ വില്യം ഷോക്ക്ലി എന്ന ഉത്തരവാണ് വരുന്നത്. 3 പേരുണ്ട് കേട്ടോ. വാൾട്ടൺ ബറാട്ടണും ജോൺ ബെർഡീൻ പിന്നെ വില്യം ഷോക്ക്ലി. ഓക്കെ. വാൾട്ടൺ ബറാട്ടൺ, ജോൺ ബെർഡീൻ പിന്നെ വില്യം ഷോക്ക്ലി. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് പ്രൈമറി മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന മെമ്മറി അത് റാൻഡം ആക്സസ് മെമ്മറിയാണ്, RAM. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്നറിയപ്പെടുന്നത് അത് RAM ആണ്. വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറി അത് ROM ആണ്, റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാകാതെ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി അത് സെക്കൻഡറി മെമ്മറിയാണ്. ഓക്കെ. സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അത് CD-യിലും ഫ്ലോപ്പി ഡിസ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അത് അലൻ ഷുഗാർട്ടാണ്. CD-യിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി ഏത്? ലേസറാണ് കേട്ടോ, ലേസർ ടെക്നോളജി. 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭരണ ശേഷിയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, IC. ജാക്ക് കെൽബിയാണ് അത് കണ്ടുപിടിച്ചത്. അടുത്ത് ഹൈടെക് വ്യവസായത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സിലിക്കൺ വാലിയാണ്. സിലിക്കൺ വാലി എന്ന് പറഞ്ഞ സ്ഥലം അമേരിക്കയിലാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ബാംഗ്ലൂരാണ്. ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? RPM, റെവല്യൂഷൻ പെർ മിനിറ്റ്. ഓക്കെ. RPM. അടുത്ത് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവാര്? റോബർട്ട്സ് എന്ന് പഠിച്ചാൽ മതി. ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് എന്നാണ് പേര്. ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് അറിയായിരിക്കും, വിൻഡൻ സർഫ്. സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ പിതാവും റിച്ചാർഡ് സ്റ്റാൾമാൻ. സ്വതന്ത്രമായി സ്റ്റാളിട്ടിരിക്കുന്ന മനുഷ്യനെന്ന് ഓർമ്മിച്ചാൽ മതി. വിൻഡൻ അങ്ങനെ പഠിക്കുക. ഇൻ്റർനെറ്റ് വിൻഡൻ സർഫ്. അടുത്ത 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മൈക്രോ പ്രോസസ്സറാണ്. അത് VLSI മൈക്രോ പ്രോസസ്സർ എന്ന് പറയും. ഓക്കെ. VLSI അത് 5ാം ജനറേഷനും കഴിഞ്ഞു. അത് ULSI മൈക്രോ പ്രോസസ്സറാണ് 5ാം ജനറേഷൻ. 4ാം ജനറേഷൻ VLSI മൈക്രോ പ്രോസസ്സർ. IC ചിപ്പ് കണ്ടുപിടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു, ജാക്ക് കെൽബി. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക അതായത് പ്രൈമറി ഇൻപുട്ട് ഉപകരണം അത് കീബോർഡാണ്. കീബോർഡ് കണ്ടുപിടിച്ചതാര്? കീബോർഡ് ക്രിസ്റ്റഫർ ഷോൾട്സ്. വെച്ച് പഠിക്കണം വേണമെങ്കിൽ. കമ്പ്യൂട്ടറിൽ ഫങ്ഷൻ കീകൾ എത്ര? 12 ഉണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ കീബോർഡിലൂടെ ടൈപ്പ് ചെയ്യുന്നു. ഒരു കീ സ്ട്രോക്കിനെ അതിനു സമാനമായ ബിറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് അത് ASCII എന്ന് പറയും. ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതാണ് ASCII. നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് പിന്നെ കമ്പ്യൂട്ടറിലോട്ട് പോകുന്നത് അങ്ങനെയാണ്, അതിനെ ബിറ്റിലോട്ട് കൺവേർട്ട് ആവും. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള ഉപയോഗിക്കുന്ന യൂണിറ്റ് ഉണ്ട്, അത് മിക്കി എന്ന് പറയും. മൗസിൻ്റെ വേഗത മിക്കി. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2-ഉം കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30-ഉമാണ്. ഓക്കെ. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2-ഉം കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30-ഉമാണ്. കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡാറ്റ വിവരങ്ങളായി നമുക്ക് ലഭിക്കുന്നതാണ്
ഇൻഫർമേഷൻ. നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വിവരങ്ങൾ കിട്ടും. അതിനെ ഇൻഫർമേഷൻ എന്ന് പറയും. ഒരു ഡാറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയും. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് മോണിറ്ററാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത് മോണോക്രോം മോണിറ്ററാണ്. മോണോക്രോം എന്ന് വെച്ചാൽ ഒരൊറ്റ കളർ മാത്രം ഉള്ളതാണ്. ഒറ്റ കളർ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററാണ് മോണോക്രോം മോണിറ്റർ. കമ്പ്യൂട്ടർ വഴി TV കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അത് TV ട്യൂണർ കാർഡ് എന്ന് പറയും. അതുകൂടെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് TV ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്റർ ഏതാ? ലേസർ പ്രിൻ്ററാണ്. സാധാരണ ഇങ്ക്ജെറ്റ് പ്രിൻ്ററാണുള്ളത്, അത് ഏറ്റവും ബേസാണ്. ലേസർ പ്രിൻ്ററാണ് ഏറ്റവും വേഗത കൂടിയത്. നേരത്തെ പറഞ്ഞു 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ ULSI ആണ്. ഓക്കെ, ULSI മൈക്രോ പ്രോസസ്സർ. സെലക്ട് ആൾ എന്നും പറഞ്ഞ് നമ്മൾ കീബോർഡിൽ അടിക്കും. അത് എൻ്റെ ഷോർട്ട് കട്ട് ഏതാണെന്നാണ്. Ctrl+A, കൺട്രോളും എയും കൂടെ കമ്പൈൻ ചെയ്ത് അടിക്കണം. അടുത്ത് ലോകത്തിലെ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏതാണ്? അത് ഇൻ്റൽ 4004, ഇൻ്റൽ 4004 ആണ്. അടുത്ത് IC ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സെമി കണ്ടക്ടർ ഉപയോഗിച്ചാണ് IC ചിപ്പ് ഉണ്ടാക്കുന്നത്. സിലിക്കണും ജെർമേനിയോ ഉപയോഗിക്കാം. സിലിക്കണോ ജെർമേനിയമോ. കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം UPS ആണ്. അൺഇൻ്ററപ്റ്റഡ് പവർ സപ്ലൈ. അത് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഫയലിൻ്റെ സൈസിനെ നമ്മൾ കുറയ്ക്കുന്നതിനെ പറയുന്നത് എന്തെന്നാണ്? കംപ്രഷൻ എന്ന് പറയും. ഡിലീറ്റ് ചെയ്ത ഫയലുകൾ താൽക്കാലികമായി ഒരിടത്ത് ചെന്ന് നിൽക്കും. അതിനെ എന്തെന്ന് പറയും? റീസൈക്കിൾ ബിൻ എന്ന് പറയും. ഇതെല്ലാം ബേസാണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഫുൾ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. അതിൻ്റെ ആ പ്രവർത്തനം ഫുള്ള് നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എക്സാമ്പിൾ വിൻഡോസ്, ലിനക്സ്, ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ്. കമ്പ്യൂട്ടറിനെയും വ്യക്തികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ഓപ്പൺ ആവുകയുള്ളൂ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ് യൂസർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം വിൻഡോസ് ആണ്. അടുത്ത് ഇൻ്റൽ. നേരത്തെ പറഞ്ഞു ഇൻ്റൽ 4004 ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു. ഈ ഇൻ്റലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നേരത്തെ പറഞ്ഞ സിലിക്കൺ വാലിയാണ്, അമേരിക്കയിലെ സിലിക്കൺ വാലി. ഇന്ത്യയുടെ സിലിക്കൺ വാലി ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. മൈക്രോസോഫ്റ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടണാണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം അത് മൈക്രോസോഫ്റ്റാണ് കേട്ടോ. ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റാണ് വികസിപ്പിച്ചെടുത്തത്. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകനാര്? അത് ബിൽ ഗേറ്റ്സ് ആണ്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നത് ബിൽ ഗേറ്റ്സും പോൾ അലനും കൂടെ ചേർന്നാണ് മൈക്രോസോഫ്റ്റ് എന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ആണ്. അതിനുശേഷം വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. വിൻഡോസ് 10. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിൾ വികസിപ്പിച്ചെടുത്തത് ഏതാണ്? നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡാണ്. ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ആരാണ്? അത് ലിനക്സിൽ തന്നെ ഉണ്ട്. ബെനഡിക്ട് ടോൾവാൾഡാണ്. ലിനക്സ് ടോൾവാർഡ്സ് എന്നാണ് നമ്മൾ അറിയുന്നത്. ബെനഡിക്ട് ടോൾവാർഡ്സ് എന്നാണ് പേര്. ലിനക്സിൻ്റെ ലോഗയിൽ ഉള്ള ആ പെൻഗിൻ്റെ പേര് ടക്സ് ആണ്. ടക്സ് എന്ന പെൻഗിൻ. ഇനി ആപ്പിൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? അത് മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മാക് OS എന്ന് പറയും. മാക്കിൻടോഷ്. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ലിനക്സ് ഉപയോഗിച്ച്, അതായത് സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ് എന്ന് പറയും. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ, ബോസ് സപ്പോർട്ട് ചെയ്യുന്ന ഭാഷകൾ 18 എണ്ണമാണ്. ബോസ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സീഡാക്കാണ് കേട്ടോ. സീഡാക്ക്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. അതേ പ്രോഗ്രാം ചെയ്യുന്ന ലാംഗ്വേജ്.
കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ലാംഗ്വേജാണ്. ലോ ലെവൽ ലാംഗ്വേജ് കമ്പ്യൂട്ടറിനെ മനസ്സിലാവൂ, മനുഷ്യന് മനസ്സിലാകില്ല. മനുഷ്യന് മനസ്സിലാകുന്നത് ഹൈ ലെവൽ ലാംഗ്വേജാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഹൈ ലെവലിലാണ്. ഈ ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് എന്നും പറയും. ഓക്കെ, അതുപോലെ ബൈനറി ലാംഗ്വേജ് എന്നും പറയും. പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോസസ്സിങ്ങിന് മുൻപ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകളെ നമ്മൾ ട്രാൻസ്ലേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ലേറ്റർ. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതെന്ന് ചോദിച്ചാൽ ബൈനറിയാണ്, 0-1. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ബിറ്റാണ്. BIT ബിറ്റാണ് ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ്.